സ്മൂത്ത് ലാൻഡിങ്ങിന് ശേഷം ഞങ്ങൾ ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. മലേഷ്യ ത്രൂ കണക്റ്റിംഗ് ഫ്ലൈറ്റ് എടുത്ത് ഞങ്ങൾ ലാൻഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ വൺ ആൻഡ് ഓൺലി വിയറ്റ്നാമിലാണ്. നല്ല സ്മൂത്ത് ഫ്ലൈറ്റ് ആയിരുന്നു. ആർക്കും അങ്ങനെ ക്ഷീണമൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും വളരെ എനർജറ്റിക്കായിരുന്നു. എമിഗ്രേഷനിൽ ഒടുക്കത്തേക്കോ കാരണം ഞാനൊരു സ്ഥലത്തുനിന്ന് ചാഞ്ഞിരുന്ന് പോയതാണ്. But then all my fun guys made a fun over there. എന്നെ ഒരു പിച്ചക്കാരിയാക്കി കളഞ്ഞു അവരവിടെ. ആൻഡ് all were enjoying the scene. അടുത്തിരുന്ന ആ പുള്ളിക്കാരൻ ഒടുക്കത്തെ ചിരിയായിരുന്നു. ആ ചിരി ഭാഗ്യത്തിന് ക്യാപ്ചർ ആക്കിയിരുന്നെങ്കിൽ ഞാൻ കൊന്നേനെ. കാരണം എല്ലാവരും അവിടെ ഒരു ക്യൂ നിൽക്കുന്നതിൻ്റെ ഇടയിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് കാണിച്ചതാണ്. ആൻഡ് ദിസ് ഇസ് ദനാങ്. വിയറ്റ്നാം എന്ന് പറയുന്ന കൺട്രിയുടെ സെൻട്രൽ പോർഷനാണ് ദനാങ് എന്ന് പറയുന്ന ഈ ഒരു സിറ്റി. ആൻഡ് ഞങ്ങളെല്ലാവരും ആഫ്റ്റർ ഓൾ ദി ഇമിഗ്രേഷൻ ആൻഡ് ലഗേജ് കളക്ഷൻ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്യുകയാണ്. കൂട്ടത്തിൽ 2 പേര് പുറത്തിറങ്ങി ടാക്സി പിടിക്കാനും സിം കളക്ട് ചെയ്യാനൊക്കെ പോയേക്കുമായിരുന്നു. ഞങ്ങൾ ഇന്നത്തെ ഒരു ദിവസം ലാൻഡ് ചെയ്ത ദിവസം വളരെ ഒരു കാം ആൻഡ് പീസ് ആൻഡ് റെസ്റ്റ് മൂഡായിരുന്നു. കാരണം തൊട്ടടുത്ത ദിവസം വളരെ എനർജറ്റിക്കലി നമ്മൾ ഡേ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലാൻഡിങ് ഡേ ഇസ് ലൈക്ക് എ റെസ്റ്റ് ഡേ. നമ്മുടെ ആ ഒരു എയർപോർട്ടൊക്കെ ജസ്റ്റ് ഒന്ന് ചുറ്റിക്കറങ്ങി നമ്മളെല്ലാവരും അതായത് ലഗേജൊക്കെ എടുത്ത് ക്യാബൊക്കെ കണ്ടുപിടിച്ച് കുറച്ച് അഡ്വഞ്ചേഴ്സ് ഫുള്ളി നമ്മളത് കണ്ടുപിടിച്ച് അവസാനം റൂമിൽ എത്തിപ്പെട്ടു. റൂമിലൂടെ നടന്ന് നമ്മൾ പതുക്കെ ഡിന്നറൊക്കെ കഴിച്ച് അന്നത്തെ ആ ദിവസം വൈൻഡപ്പ് ചെയ്യായിരുന്നു. ഡേ 1 ഇൻ വിയറ്റ്നാം. ദനാങ് എന്ന് പറയുന്ന സിറ്റിയിലെ വൺ ഓഫ് ദി മോസ്റ്റ് വിസിറ്റഡ് പ്ലേസ് ആയിട്ടുള്ളൊരു കേവാണിത്. ഇതിൻ്റെ പേരെന്ന് പറയുന്നത് ആംഫു കേവ് ആൻഡ് ദ മാർബിൾ മൗണ്ടൻ എന്ന ഡെസ്റ്റിനേഷനാണ് ഇത്. ബേസിക്കലി ഇതിൽ ആംഫു കേവ് സൈഡിലാണ് നമ്മൾ ആദ്യമായിട്ട് കയറുന്നത്. അതൊരു മൗണ്ടൻ്റെ ഒരു പാർട്ടാണ് ഈ കേവ് എന്ന് പറയുന്നത്. ഒരു കംപ്ലീറ്റ്ലി ഗ്രാനൈറ്റിൽ അകത്ത് ഒരു വലിയ മൗണ്ടൻ്റെ അകത്ത് ഗ്രാനൈറ്റ്സ് ഒക്കെ ഇങ്ങനെ ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഗ്രൗണ്ട് ലെവലിലുള്ളൊരു അക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു കേവാണിത്. ആൻഡ് ഇതിനൊരു സെപ്പറേറ്റ് എൻട്രൻസ് ടിക്കറ്റാണ് ഇവിടെ ബേസിക്കലി വരുന്നത്. ഇതിൻ്റെ കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് സൈഡിലാണ് മാർബിൾ മൗണ്ടൻ എന്ന് പറയുന്നൊരു വിസിറ്റ് അല്ലെങ്കിൽ ഒരു വ്യൂ പോയിൻ്റ്. ഭയങ്കരവും നാച്ചുറൽ ആയിട്ടുള്ളൊരു കേവാണ്. കേവിൻ്റെ അകത്ത് അവർ പണി കഴിപ്പിച്ചിരിക്കുന്ന ഓരോ പീസസും അത് മാർബിൾസാണ്, പ്യുവർ മാർബിൾസാണ് അവർ ഹോൾഡ് ചെയ്തിരിക്കുന്ന ആ ഒരു ഏരിയ. ആൻഡ് കംഫർട്ടബിളായിട്ടുള്ള ഒരു ഏരിയ ആണ്. അല്ലാണ്ട് നമുക്ക് ഒരു സഫിക്കേഷനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇത് അവർ നാച്ചുറലി അവർ ഉള്ള മൗണ്ടനെ കുത്തിയെടുത്ത് ഒരു ടൂറിസ്റ്റ് സ്പോട്ടാക്കി വെച്ചിരിക്കുകയാണ്. ആൻഡ് നമുക്ക് അത്ര ഡിഫിക്കൽട്ടീസ് ഒന്നുമില്ല. പിന്നെ ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് പിന്നെ തോന്നിയത് ഇതിൽ കൂടെ നമുക്ക് നടന്ന് ഒരുപാട് കുഞ്ഞു കുഞ്ഞു നാരോ വഴികളിലൂടെ കയറി ചെന്ന ഒരു ടോപ്പ് വ്യൂ നമുക്ക് കാണാൻ പറ്റും. വിച്ച് ഇസ് സംതിങ് ലിറ്റിൽ ടഫ് ടു ട്രാവൽ. ഇപ്പോൾ ഈ കാണുന്ന സ്റ്റെപ്പുകളൊക്കെ കയറി കുറച്ച് ലോങ് ആയിട്ടുള്ളൊരു ഭയങ്കര നാരോ ആയിട്ടുള്ള അറ്റ് എ ടൈം ഒരാൾക്ക് മാത്രമേ നമുക്ക് മേലോട്ട് കയറാൻ പറ്റുള്ളൂ. മേലെ കയറുന്ന ആൾക്കാർക്ക് താഴത്തോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് വരുന്നവർക്ക് വേണ്ടി മാറി നിന്ന് കൊടുത്താൽ മാത്രമേ അവർക്ക് താഴത്തോട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ. സോ അത്രയും നാരോ വഴിയിലൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത്. ആൻഡ് ഇതിലൊരു പെർ പേഴ്സൺ ഒരു 20 BND അല്ലെങ്കിൽ 40 BND ആണ് എൻട്രി ഫീസും കാര്യങ്ങളൊക്കെ വരുന്നത്. രാവിലെ 7 മണി തൊട്ട് 5 മണി ആക്സസിബിലിറ്റി എല്ലാവർക്കും ഇവിടെ കയറാൻ പറ്റും. ഇഷ്യൂസ് ഒന്നുമില്ല. നമ്മൾ പോയൊരു ടൈമിൽ കുറച്ച് വെയിലാണ്. അപ്പോൾ അകത്ത് മൊത്തം മഴ പെയ്ത് വളരെ സ്ലിപ്പറി ആയിട്ടുള്ള ഏരിയാസസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വെയർ ചെയ്യുന്ന ഷൂസൊക്കെ അല്ലെങ്കിൽ നമ്മൾ വെയർ ചെയ്യുന്ന എന്ത് ഫുട്വെയർ ആയിക്കോട്ടെ അത് കുറച്ച് ഗ്രിപ്പി അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ വീഴാൻ ചാൻസസ് ഉണ്ട്. സോ എല്ലാവരും എന്താ പറയുക
വെൽ ഡ്രസ്ഡപ്പ് ആണെങ്കിൽ പോലും മഴയൊക്കെ കാരണം കുറച്ചൊരു ക്ലംസി ഫീലാണ് ഓൾ ടുഗെദർ വന്നത്. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് സംതിങ്. നല്ല രസമായിരുന്നു ഓരോ സ്ഥലങ്ങളും, അകത്തെ സ്ഥലങ്ങൾ ഓരോന്ന് കാണാൻ. പക്ഷെ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് എന്നൊന്നും പറയത്തൊന്നുമില്ല. ബട്ട് വൺ വിച്ച് ഇസ് ദെയർ ഇൻ ദനങ് എന്ന് പറയുന്ന ഒരു സിറ്റിക്കകത്ത് നമുക്ക് കാണാൻ പറ്റുന്നൊരു പ്രോമിനൻ്റ് ആയിട്ടുള്ള ഡെസ്റ്റിനേഷനാണ്. അത് ഗൂഗിളിൽ നോക്കിയാലും നിങ്ങൾക്കത് ഒരു വിസിറ്റ് പ്ലേസ് ആയിട്ട് കാണാൻ പറ്റും. ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല, പക്ഷേ ഇതൊരു ടിക്കറ്റ് എടുക്കുന്ന ഒരു സ്ഥലമായിരുന്നു എന്ന്. കാണുമ്പോൾ നമുക്ക് മറ്റേ ആ ഗുണ കേവിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഫീൽ വരും. അപ്പോൾ നമ്മൾ ഈ സ്റ്റെപ്പ് കയറി ചെല്ലുന്ന ഒരു സ്പേസ് എന്ന് പറയുന്നത് ഈ ഒരു അപ്സ്റ്റേഴ്സാണ്. ഭയങ്കരവും മഴയായിരുന്നു. ആൻഡ് അത്ര അടിപൊളി വ്യൂ ഒന്നും പറയാൻ പറ്റില്ല. ബട്ട് ദെൻ ഒരു ആ ക്ലൈമ്പിനൊത്ത ഒരു ചെറിയൊരു വ്യൂ. ഞങ്ങളെല്ലാവരും കൂടെ നിന്നൊരു വീഡിയോ ഒക്കെ എടുത്തു. ആൻഡ് അതാണ് കണ്ടൊരു കംപ്ലീറ്റ്ലി ഒരു പെർപെൻഡിക്കുലർ വ്യൂ ആണ് ആ ടോപ്പ് ഏരിയയിൽ നിന്ന് താഴത്തോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത്. മാർബിൾ ആംഫു കേവ് എന്ന് പറയുന്ന ഈ ഒരു കേവ് വൺ ഓഫ് ദി മോസ്റ്റ് സ്ട്രൈക്കിംഗ് ആൻഡ് സിംബോളിക് കേവാണ്. സോ അതുകൊണ്ടാണ് ഞങ്ങൾ ഫസ്റ്റ് ഡേ ഓഫ് ദനങ് സിറ്റി എക്സ്പ്ലോർ ചെയ്യുന്ന ഭാഗമായിട്ട് ഈ ഒരു കേവിനകത്ത് വരുന്നത്. ആംഫു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് ട്രാൻസ്ലേറ്റഡ് ടു ഹെൽ ഓർ അണ്ടർ വേൾഡ് എന്നൊക്കെ പറയും. ഇൻ വിയറ്റ്നാമീസ് ബുദ്ധിസ്റ്റ് ബിലീഫ് പ്രകാരം. ഈ ഒരു കേവ് ആസ് എ ഹോൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ജേർണി ത്രൂ ജഡ്ജ്മെൻറ്റ്സ് ആൻഡ് കർമ്മ. ഒരു ബുദ്ധിസ്റ്റ് കോൺസെപ്റ്റാണ്. ഒരു സ്വന്തം പാപങ്ങൾ അല്ലെങ്കിൽ പണിഷ്മെൻറ്റ്, റിഡംഷൻസ് എല്ലാം, എവറിത്തിങ് നമ്മുടെ ഉള്ളിലെ ഡാർക്ക് പാസേജസ്, ഡ്രമാറ്റിക് ലൈറ്റിംഗ്, ഒരു സ്കൾപ്ചർ ഡെപ്പിക്ഷൻസ് ഓഫ് സിൻസ് ആൻഡ് പണിഷ്മെൻറ്റ്സ്, ഇതെല്ലാം സിംബലൈസ് ചെയ്യുന്നൊരു മോറൽ ചോയ്സിനെ സിങ്ക് ചെയ്യുന്ന അല്ലെങ്കിൽ കണക്ട് ചെയ്യുന്നൊരു പാത്വേനെ റിഫ്ലക്റ്റ് ചെയ്യുന്നൊരു സ്പിരിച്വൽ ഡയറക്ഷനാണ് ഈ പർട്ടിക്കുലർ ആംഫു കേവ് എന്ന് പറയുന്ന ഈ ഒരു ലൊക്കേഷനുള്ളത്. ഇപ്പം നമ്മൾ ഈ കാണുന്ന ഈ ഒരു ലിഫ്റ്റ് കയറിയാണ് മാർബിൾ മൗണ്ടൻ എന്ന് പറയുന്ന ആ ഒരു ഏരിയയിലോട്ട് പോകുന്നത്. പക്ഷേ അതും ഒരു എക്സ്ട്രാ ടിക്കറ്റ് എടുത്ത് നമ്മൾ കയറി ചെന്ന് കാണേണ്ട ഒരു ഡെസ്റ്റിനേഷനായിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയത്. പക്ഷെ അതും ഒരു വർത്തി ഓഫ് മണി ആയിട്ട് തോന്നാത്തത് കൊണ്ട് ഞങ്ങളെല്ലാവരും കൂടെ ജസ്റ്റ് അടുത്തൊരു ലൊക്കേഷൻ എന്ന രീതിയിൽ ഏകദേശം ഈ ഒരു ലൊക്കേഷൻ അല്ലെങ്കിൽ മാർബിൾ മൗണ്ടൻ്റെ അകത്ത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമിലർ കൈൻഡ് ഓഫ് ഒരു സ്ഥലത്ത് പോകാമെന്ന് ഡിസൈഡ് ചെയ്യും. മഴ കൂടിയത് കാരണം തന്നെയും ഇനി മഴയത്ത് നനഞ്ഞ് മാർബിൾ മൗണ്ടൻ കാണാൻ ടിക്കറ്റ് കൊടുത്ത് കാണാൻ മാത്രം വർത്തിനെസ് ഉണ്ടാകില്ല എന്ന് തോന്നിയതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് നേരെ ലേഡി ബുദ്ധ എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ നമ്മൾ ചൂസ് ചെയ്യുകയും ഓൾമോസ്റ്റ് ഒരു 45 മിനിറ്റ്സിൻ്റെ കൂടുതലോളം ട്രാവൽ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഒരു സ്പെഷ്യൽ ക്യാബ് സ്പ്ലിറ്റ് ചെയ്ത് നമ്മളെല്ലാവരും എടുത്ത് ആ പെർട്ടിക്കുലർ ഡെസ്റ്റിനേഷനിലാണ് പോകുന്നത്. കണ്ടു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഡെസ്റ്റിനേഷൻ മാറി നിന്നും പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല. കാരണം ഓൾമോസ്റ്റ് കുറച്ച് മുന്നേ കണ്ട സെയിം വീഡിയോയിൽ കണ്ടൊരു സ്കൾപ്ചറൽ സിമിലാരിറ്റി കൺസ്ട്രക്ഷൻ തന്നെയാണ് ഈ ലേഡി ബുദ്ധ എന്ന് പറയുന്ന ഈ ഡെസ്റ്റിനേഷനിലും നമുക്ക് കാണാൻ പറ്റിയത്. കുറച്ച് ഒരു ക്യാബിലും കുറച്ച് അടുത്ത ക്യാബിലും ആയിരുന്നു. ആൻഡ് ലൈക്ക് യു സി വളരെ റെയിനി ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു.
അൺപ്രഡിക്റ്റബിൾ ആയിരുന്നു. ചില സമയത്ത് മഴ പെട്ടെന്ന് നിന്ന് കളയും, ചില സമയത്ത് മഴ നല്ലപോലെ അങ്ങ് പെയ്ത് കളയും. ആൻഡ് നമ്മളുടെ ആഫ്റ്റർ നമ്മൾ ഒബ്വിയസ്ലി ട്രിപ്പ് വരുമ്പോൾ കാണാൻ ഫോട്ടോ എടുക്കണം എന്നൊക്കെ വിചാരിക്കുന്ന ഒരു സിറ്റുവേഷനിലോട്ട് നമ്മൾ എൻജോയ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് എല്ലാവരും എന്താ പറയുക റെയിൻ കോട്ടിലങ്ങനെ നടന്ന് സ്ഥലം കാണാം. ഇവിടെ പിന്നെ എൻട്രി ഫീസ് ഒന്നും തന്നെ ഇല്ല, ഫ്രീ തന്നെയായിരുന്നു. ഒരു കൈൻഡ് ഓഫ് ടെമ്പിൾ വൈബാണ് കൂടുതൽ ഇവിടെ വന്നപ്പോൾ ഒരു ഫീലായിട്ട് വന്നത്. മങ്കി മൗണ്ട് എന്നും ഇതിനെ വിളിക്കുന്നൊരു സ്റ്റേജുണ്ട്, കാരണം ഇവിടെ കുറേ മങ്കീസ് ഉണ്ട്. അപ്പോൾ ഇതിനെ മങ്കി മൗണ്ട് എന്നും വിളിക്കും. ഇത് ഏകദേശം 10 കിലോമീറ്ററോളം അപ്പാർട്ടായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ദനാങ് സിറ്റി സെൻറ്ററിൽ നിന്നാണ് ഇത് 10 കിലോമീറ്റർ അപ്പാർട്ടായിട്ട് നിൽക്കുന്നത്. ഈ ലേഡി ബുദ്ധ എന്ന് പറയുന്നത് വൺ ഓഫ് ദ ടോളസ്റ്റ് ബുദ്ധ സ്റ്റാച്ചു ഇൻ വിയറ്റ്നാമാണ്. 1 among the tallest ആണ്. ഏകദേശം 67 മീറ്ററോളം ഇതിൻ്റെ ഹൈറ്റ് ഉണ്ട്. ആൻഡ് ഇതിൻ്റെ അകത്തൊരു ബുദ്ധിസ്റ്റ് ടെമ്പിൾ ആയിട്ടുള്ളൊരു ഒരു ക്ഷേത്ര പരിസരം പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. ആൻഡ് ഇത് 2010 ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ഓൾമോസ്റ്റ് ഡൺ ആയത്. ആൻഡ് ഇപ്പോഴും അവിടെ ചെറിയ തോതിൽ ചെറിയ കൺസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ ഒരു ബെസ്റ്റ് ടൂറിസ്റ്റ് വിസിറ്റ് സ്പോട്ട് എന്ന നിലയിൽ ഇവർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ആൻഡ് ഈ ടെമ്പിളിനകത്ത് കയറുന്ന ആൾക്കാർക്ക് ഷോർട്ട്സ് ഇടാൻ പാടില്ല. വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള മുട്ടിന് താഴെയുള്ള ഡ്രസ്സസ് മാത്രമേ അവരനുവദിക്കത്തുള്ളൂ. ഇല്ലാത്തവരൊരു എന്താ പറയുക അവിടെ തന്നെ ഒരു ടവൽ അല്ലെങ്കിൽ ഒരു മുണ്ട് പോലത്തെ ഒരു സംഭവം നമുക്ക് കൊടുക്കും, അത് ഇട്ടുകൊണ്ട് കയറാൻ എന്ന നിലയിൽ. അല്ലെങ്കിൽ പാൻസ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ലേഡീസിനും ജെൻസിനൊക്കെ പാൻസ് ഇടാം, അത് പ്രശ്നമുള്ള കാര്യമില്ല. പക്ഷേ അതാണ് അവർ റെക്കമെൻഡ് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു എന്താ പറയുക ഒരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു കോർട്ട്യാർഡ്, അതുപോലെ തന്നെ ഒരു ഗാർഡൻ സ്ട്രക്ചർ, ട്രഡീഷണൽ വിയറ്റ്നാം ആർക്കിടെക്ചേഴ്സൊക്കെ അവർ എന്താ പറയുക മൊത്തത്തിൽ എൻഗ്രേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു പനോരമിക് വ്യൂസ് ഓഫ് ദനാങ്, കോസ്റ്റൽ ലൈൻസാണ് ഇവർ കൂടുതലും ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് നമുക്ക് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാനും നമ്മുടെ ഇതാ നേരത്തെ പറഞ്ഞ ഒരു പാവട പോലത്തെ സംഭവങ്ങളൊക്കെ ഷോർട്ടായിട്ട് പറയുക. വളരെ നല്ലൊരു എന്താ പറയുക കാണുന്നുണ്ട് ഡെഫിനേഷനായിരുന്നു. മഴയാണ് ടോട്ടലി നമ്മളെ ചെറുതായിട്ടൊക്കെ ശ്രമിച്ചത്. ഇത്രയും ടോളായിരുന്നു തന്നെ എല്ലാവരും കൂടെ ഈ ഒരു എന്താ പറയുക മോണുമെൻറ്റിൻ്റെ അണ്ടറിൽ കൊണ്ടുവന്ന് നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാനൊക്കെ പറയുന്നത് കംപ്ലീറ്റ്ലി നോട്ട് പോസിബിൾ. പക്ഷെ നമ്മൾ ട്രൈ ചെയ്തു സ്റ്റിൽ റീലെടുക്കാൻ വേണ്ടിയിട്ടോ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുമൊക്കെ. പക്ഷെ മഴ ഇങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. ബട്ട് നല്ലൊരു എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം തന്നെയായിരുന്നു. മഴ ഇങ്ങനെ കൂടുകയാണെന്നുണ്ടെങ്കിൽ പോലും ഞങ്ങളെല്ലാവരും ഇതിൽ ടിക്കറ്റും ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ലപോലെ എൻജോയ് ചെയ്ത് കാണാൻ നമുക്ക് പറ്റി. ആൻഡ് ഈ സ്റ്റാച്ചുവിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റാച്ചു സീ ഫേസിങ് പൊസിഷനിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആൻഡ് അതെന്തുകൊണ്ട് സീ ഫേസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൂടുതലും മീൻ പിടിക്കാൻ പോകുന്നവരും അതുപോലെ തന്നെ ഒരു കോസ്റ്റൽ ഏരിയയിൽ വർക്ക് ചെയ്യുന്ന സെയിലേഴ്സ്, ട്രാവലേഴ്സ് ഇവരെയൊക്കെ കാത്ത് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടൊരു മെർസി ആൻഡ് പ്രൊട്ടക്ഷൻ ഗിവർ എന്ന നിലയിലാണ് ഈ ലേഡി ബുദ്ധേനെ സീന് നേരെ ഓപ്പോസിറ്റായിട്ട് ഈ ഒരു സ്കൾപ്ചർ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഒരു കാം പീസ് ഏരിയ ആണ് ഓൾ ടുഗെദർ. അവിടുന്ന് പിന്നെ ഞങ്ങൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് ചൂസ് ചെയ്തത് ദനങ്ങിൻ്റെ തൊട്ട് താഴെയായിട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ലാൻഡേൺ സ്ട്രീറ്റ് കാണാനായിരുന്നു.
ഹൊയാൻ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ എത്തിയത്. ഏകദേശം ലഞ്ച് കഴിക്കുന്ന ഒരു സമയമായപ്പോഴാണ് നമ്മളവിടെ എത്തിച്ചേർന്നത്. ആൻഡ് കുറച്ച് എന്താ പറയുക, ലക്ഷ്വറസ് ആയിക്കോട്ടെ, വിയറ്റ്നാമി ഫുഡ് ഒത്തൻറ്റിക്കായിട്ട് നമ്മൾ ട്രൈ ചെയ്യണമെന്ന് തന്നെ ഡിസൈഡ് ചെയ്ത് ഇവിടെ വന്ന് നമ്മൾ ചൂസ് ചെയ്തതാണ്. ആൻഡ് വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള അവരുടെ ഫുഡാണ് നമ്മൾ കഴിക്കുകയും അത് എക്സ്പീരിയൻസ് ചെയ്യുകയും ചെയ്യുന്നു. ദെൻ ആ സ്ട്രീറ്റിൽ ഇങ്ങനെ നടന്നു പോയപ്പോൾ അടുത്ത ലോക്കൽ ആൾക്കാരുടെ എന്താ പറയുക, കുറച്ച് നാച്ചുറൽ ഐറ്റംസ് കാണുന്നുണ്ടായിരുന്നു. ആസ് യു കുഡ് സീ, നല്ല മഴ തന്നെയായിരുന്നു. മഴ നിർത്താതെ തന്നെ പെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ആ സ്ട്രീറ്റ്, ഞങ്ങൾ ലാൻറ്റൺ സ്ട്രീറ്റ് എന്ന് പറയുന്ന ഒരു വൈബിലോട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ കുറച്ചും കൂടി ഇരുട്ടണമായിരുന്നു. ഏകദേശം വിയറ്റ്നാമിൽ 5 മണിക്ക് ശേഷം ഇരുട്ടും. പക്ഷെ നമ്മളതിപ്പോൾ ഏകദേശം ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഇറങ്ങിയതുകൊണ്ട് ഒരു 4-3:30 ആ ഒരു ടൈമായിരുന്നു. അപ്പോൾ അവിടുത്തെ നൈറ്റ് മാർക്കറ്റൊക്കെ ലൈവായിട്ട് വരുന്നുണ്ടായിരുന്നു. ഒരു ലൈവ്ലി ആയിട്ടുള്ള നൈറ്റ് മാർക്കറ്റ് ഏരിയ ആണ് ഞങ്ങൾ നടന്നു വന്നത്. ആൻഡ് ലാൻറ്റേൺ സ്റ്റോൾസ്, സ്ട്രീറ്റ് ഫുഡ്, സുവനിയർ ഷോപ്സ്, വൈബ്രൻ്റ് ആയിട്ടുള്ള ആൻഡ് മോസ്റ്റ് അട്രാക്റ്റീവ് ഒത്തൻറ്റിക് ഫുഡ് ഐറ്റംസ് ഒക്കെ ഇങ്ങനെ സെല്ല് ചെയ്യുന്ന ഒരു ഏരിയ കൂടെ ഇങ്ങനെ മഴയത്തൂടെ ഇങ്ങനെ നടന്ന് കുറച്ച് ചിൽ മോഡിലിങ്ങനെ നടന്ന് ഞങ്ങൾ വരെയായിരുന്നു. ഓൾ ടുഗെദർ അവിടുത്തെ ഒരു ഷോപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അത്ര ചീപ്പാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര ചീപ്പൊന്നും അല്ല. കമ്പയർ ടു നമ്മുടെ ഇന്ത്യൻ റുപ്പീസ് വെച്ച് കമ്പയർ ചെയ്താലും നമുക്ക് അത്ര ചീപ്പായിട്ടൊന്നും ഫീൽ ചെയ്യുന്നൊന്നുമില്ല. പിന്നെ അവിടെ ഉള്ളവർക്ക് അത് കമ്പാരിറ്റീവ്ലി ചീപ്പ് ലെവലായിട്ട് അവർ കാണുന്നു, കൺസിഡർ ചെയ്യുന്നു. അങ്ങനത്തെ ഒരു മൂഡാണ് അവിടെ എല്ലാവരും മൊത്തത്തിൽ കണ്ടത്. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മഴ കാരണം സ്ട്രീറ്റ് മൊത്തത്തിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന വൈബിലോട്ടിട്ട് ഓൺ ആയിരുന്നില്ല. ഓണാകാൻ നമുക്ക് പറ്റത്തുണ്ടായിരുന്നില്ല, കാരണം ഒരു ഫ്ലഡഡ് മൂഡായിരുന്നു ഓൾ ടുഗെദർ. ചെളിയും കാര്യങ്ങളൊക്കെ കണ്ട് നമ്മൾ ലാൻറ്റേൺ റിവർ ഏരിയ ഒരു നല്ല ക്ലീൻ ബോട്ട് റൈഡൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് വിചാരിച്ച് തന്നെയാണ് വന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഈ ഒരു ക്ലൈമറ്റിക് കണ്ടീഷൻ കൊണ്ട് നമുക്കത്ര നല്ലൊരു വൈബ് ഓർ ഇറ്റ് വാസ് നോട്ട് ലക്കി ഫോർ us to experience that peace and prosperity of Hoi An Lantern Market or Lantern Street. ഒരു ഇത് കൂടുതലും ഒരു ചൈനീസ് പ്ലസ് ജാപ്പനീസ് കൾച്ചറിൻ്റെ ഒരു ഫ്യൂഷൻ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ് ഇവർ ഈ ഒരു ഹൊയ് ആനിൽ ഇങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ടൂറിസ്റ്റ് അട്രാക്ഷൻ കീപ്പ് ചെയ്യുന്നത്. ഹാൻഡ് മെയ്ഡ് ലാൻറ്റേൺസ് ആണ് ഒരു സിഗ്നേച്ചർ ഓഫ് ലോക്കൽ ക്രാഫ്റ്റായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ലാൻറ്റേൺ സ്ട്രീറ്റ് എന്ന് കൂടുതൽ ഇവർ ഡെക്കറേറ്റീവായിട്ട് ഈ ഒരു ലാൻറ്റേൺ വെച്ചിട്ട് കൂടുതലും അട്രാക്ഷൻസിനെ ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഒരുപാട് റിവർ സൈഡ് കഫേസ് ഉണ്ട്, ബോട്ട് റൈഡ്സ് ഉണ്ട്, ഒരു ജാപ്പനീസ് കവേർഡ് ബ്രിഡ്ജുണ്ട്. അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബെസ്റ്റ് എക്സാക്ട് ഷോട്ട് എടുക്കുന്ന അല്ലെങ്കിൽ ഫോട്ടോ സ്പോട്ടൊക്കെ ആയിട്ട് വൺ ഓഫ് ദി ഈവനിങ് റൂട്ടൊക്കെ ആയിട്ട് അത് കൺസിഡർ ചെയ്യുന്നതാണ്. പക്ഷേ ഈ ക്ലൈമറ്റ് കൊണ്ട് നമുക്ക് ആക്ച്വലി അത് അത്രയും എന്താ പറയുക, ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ല. ബട്ട് സ്റ്റിൽ എന്ന് പറയുന്നത് മറ്റൊരു രീതിയിലുള്ള എക്സ്പീരിയൻസ് ആയിട്ടാണ് അത്. ആൻഡ് നല്ല ഫ്രെയിംസാണ്, ഓരോ ഫ്രെയിമും നമുക്ക് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് ദിസ് ലാൻറ്റേൺ സ്ട്രീറ്റ് ഇസ് ഗിവിങ് എ വേ ഫോർ us. ഒരുപാട് നല്ല ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന നമ്മുടെ റെയിൻകോട്ട് മാറ്റിയിട്ട് ഇത്തിരി നനഞ്ഞിട്ടാണെങ്കിലും വി ഹാവ് ടേക്കൺ സോ മെനി ബ്യൂട്ടിഫുൾ ഫോട്ടോസ് ഇൻ ദിസ് സ്ട്രീറ്റ്. കാണാൻ പറ്റുന്ന അത്രയും നടന്ന് കണ്ട് സ്ട്രീറ്റ്സൊക്കെ ഒരു സ്ട്രീറ്റ് ലൈറ്റ് നൈറ്റ് മാർക്കറ്റ് ഇതെന്താണെന്നുള്ള രീതിയിൽ നമ്മൾ നടന്ന് ഫുൾ കാണണം ഈ ഒരു ഫുൾ ഏരിയ എന്ന് വിചാരിച്ച് നമ്മൾ
ഒട്ടും സ്റ്റോപ്പ് ചെയ്യാണ്ട് ഈ തണുപ്പത്ത് കൂടെ നടന്ന് എല്ലാം ഇങ്ങനെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു ഓൾ ടുഗെദർ. ഈവൻ ദോ നാച്ചുറലി നമുക്ക് അത് നല്ലൊരു സീസൺ അല്ലെങ്കിൽ പോലും we were able to enjoy it by ourselves in a cool way. ഈ ലാൻഡേൺ മാർക്കറ്റിൽ കൂടുതലും സിമ്പിൾ ഓഫ് ലക്ക്, പീസ്, പ്രോസ്പെറിറ്റി എന്നൊക്കെയാണ് ഇവർ കൂടുതലും ഡിഫൈൻ ചെയ്യുന്നത്. ഒരു റിഫ്ലക്ഷൻ ഓഫ് ഹോയാൻ ഹിസ്റ്ററിയാണ് ഇവിടുത്തെ ഒരു മച്ച് ട്രേഡിങ് പോർട്ട് എന്ന രീതിയിൽ ഇവർ കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് വളരെ ട്രഡീഷണൽപരമായിട്ട് അവർ എന്താ പറയുക കാത്തു സൂക്ഷിക്കുന്ന പക്ഷേ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സൈക്ലിങ്, ബോട്ട് റൈഡ്സും ഒക്കെയാണ് ഇവിടെ കൂടുതൽ ടൂറിസ്റ്റിന് വേണ്ടിയിട്ട് അട്രാക്റ്റീവായിട്ട് അവർ വെച്ചേക്കുന്നത്. ആൻഡ് ഒരു ഓൾഡ് ടൗൺ സ്ട്രീറ്റ് അല്ലെങ്കിൽ ഒരു നൈസ് കൂൾ ചിൽ ക്യാൻഡിൽ അറ്റ്മോസ്ഫിയർ ഒക്കെ ഇവർ കീപ്പ് ചെയ്ത് നല്ലപോലെ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു അൺഫോർച്ചുനേറ്റുള്ള നാച്ചുറൽ കൈൻഡ് ഓഫ് ഡിസാസ്റ്റർ അന്ന് ആ ഒരു ടൈം പീരീഡിൽ പ്രണാമത്ത് എന്ന് പറയുന്ന ഒരു ലൊക്കാലിറ്റീനെ മൊത്തത്തിൽ എഫക്റ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് അവരുടെ ഒരു ടൂറിസം വളരെ ട്രാവലിംഗായിട്ടാണ് നമുക്കറിയില്ല വീട്ടിൽ തന്നെ അത്ര എൻജോയബിൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ പിന്നെ ബോട്ട് റൈഡ് ഒന്നും ചൂസ് ചെയ്യേണ്ടിരുന്നത്. ഗുഡ് ലക്കി സ്പോട്ട് കുറച്ച് അൺലക്കി ആയിരുന്നു നമുക്ക് ആ ടൈമിൽ. അവിടുന്ന് പതുക്കെ ഞങ്ങളെല്ലാവരും ഇറങ്ങി കുറച്ച് കാര്യങ്ങൾ മാത്രം വഴിയോരത്തു നിന്നൊക്കെ മേടിച്ച് ഞങ്ങൾ പതുക്കെ നടന്ന് ക്രാബ്, സീ, ഡ്രാഗൺ ബ്രെഡ്സ്. എനിക്ക് തോന്നുന്നു അതും ആർട്ടിഫിഷ്യലി വിയറ്റ്നാം ടൂറിസ്റ്റിൻ്റെ ഭാഗമായിട്ട് ടൂറിസ്റ്റ് അട്രാക്ഷൻ എന്ന നിലയിൽ നമ്മൾ അട്രാക്ഷൻസ് കുറച്ചുകൂടെ എൻജോയ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അവർ നടത്തുന്നൊരു വീക്കെൻഡ് ഷോ ആണ്. ഒരു പർട്ടിക്കുലർ ബ്രിഡ്ജിൻ്റെ മേലെ ഒരു ഡ്രാഗനെ ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിൽ കൂടെ ആർട്ടിഫിഷ്യലായിട്ടുള്ളൊരു എൻ്റർടൈൻമെൻറ്റ് ഷോ. അതിൽ ഇങ്ങനെ ഡ്രാഗൻ്റെ വായിക്കൂടെ ഇങ്ങനെ തീ വരുന്നു, കുറച്ച് കഴിയുമ്പോഴേക്കാനും വായിക്കൂടെ തന്നെ ഇങ്ങനെ വെള്ളം ചീറ്റുന്ന ഒരു റെയിനി വൈബ് ആൻഡ് ഹോട്ട് വൈബ് രണ്ടും സൈമൾട്ടേനിയസ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷോ ആണത്. അത് വീക്കെൻഡ്സിൽ മാത്രം ഫ്രീ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു ഷോ ആണ് പബ്ലിക് ബ്രിഡ്ജിൻ്റെ മേലെ കാണുന്നത്.
സിറ്റി സെൻറ്ററിൽ still again rain was along with us in that journey. രണ്ടായിരത്തി 2013 ഇത് ബേസിക്കലി ബിൽഡ് ചെയ്തിരിക്കുന്ന ഒരു ഗോൾഡൻ ഡ്രാഗൺ ഡിസൈൻ സിംബലൈസിങ് മോർ അബൌട്ട് പവർ, പ്രോസ്പെറിറ്റി, ഗുഡ് ഫോർച്യൂൺ, അങ്ങനെയൊക്കെ നമ്മളെ ബ്ലസ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ ഒരു സിംബോളിക് റെപ്രസെൻറ്റേഷൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഡ്രാഗൺ ഷോ. ഞാൻ നോക്കിയപ്പോൾ വഴിയെടുത്തിട്ട് റീൽ ട്രെൻഡിങ് ആക്കാൻ വേണ്ടി ഒരു പുള്ളിക്കാരൻ കഷ്ടപ്പെട്ടിരുന്ന ഒരു വീഡിയോ എടുക്കായിരുന്നു നേരത്തെ കണ്ട ഷോട്ട്. ബട്ട് ഒരു രാത്രി ഒരു 9 മണിക്ക് ശേഷമാണ് ഈ ഒരു വാട്ടർ ഫയർ ഷോ ഒരു മെയിൻ അട്രാക്ഷനായിട്ട് ഇവർ എക്സിക്യൂട്ട് ചെയ്യുന്നത്. എല്ലാ സാറ്റർഡേ സൺഡേയിലും പബ്ലിക് ഹോളിഡേയ്സിലും ഇതുണ്ട്. ഡ്രാഗൺ എന്ന് പറയുന്നത് വിയറ്റ്നാം കൾച്ചറിൽ കൂടുതലും സിംബലൈസ് ചെയ്യുന്നത് ഒരു ലീഡർഷിപ്പ് അല്ലെങ്കിൽ ഒരു ഗുഡ് സ്ട്രെങ്ത്, എംപവർഡ്, ഒരു പ്രോസ്പെറിറ്റി ഒക്കെ ആണ് അവർ കൂടുതലും റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ആൻഡ് ഡ്രാഗൺ ഇങ്ങനെ ഫയർ ബ്രീത്ത് ഔട്ട് ചെയ്യുന്നതും വാട്ടർ സ്പിൽ ഔട്ട് ചെയ്യുന്നതും ഇറ്റ്സ് മോർ അബൌട്ട് അവർ നമ്മളെ ബ്ലസ് ചെയ്യുന്നു കൈൻഡ് ഓഫ് ആണ് അവർ പറയുന്നത്. ഇറ്റ്സ് ഇൻ എ വേ ഒരു ഗുഡ് അട്രാക്ഷൻ ഷോ ആണ്. സിഗ്നിഫിക്കൻറ്റ് ദാനങ് സിറ്റിയിൽ കാണാം. നമുക്ക് ദാനങ് സിറ്റിയിൽ നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ തന്നെ വീക്കെൻഡിൽ പോയി ചെന്ന് കാണുക നല്ലൊരു ഈ ഒരു ഷോ ഒക്കെ മിസ്സാവില്ല. ഒരു ഡൈനാമിക് സിറ്റി, ഒരു ബ്ലഡിങ് ട്രഡീഷൻ വിത്ത് ഇന്നോവേഷൻ, ഒരു ഡൈനാമിക് ഷോ നല്ലൊരു രീതിയിലൊക്കെ ഒരു വൺ ഓഫ് ദി അട്രാക്ഷനായിട്ട് നമുക്ക് കൂട്ടാം ഈ ഒരു ഫയർ ഷോ എന്ന് പറയുന്നത്. ഒരു 30 മിനിറ്റ്സോളം ഉണ്ട് ഈ ഫയർ ഷോ. ആൻഡ് നമുക്ക് ഒരു ബ്രിഡ്ജിൻ്റെ മേലെ ഒരു ഇതിനോട് സൈഡിൽ തന്നെ കുറച്ച് കോട്ടിയാട് എന്ന് ലവ് ബ്രിഡ്ജ്, ലവ് ലോക്ക് സ്റ്റാച്ചു അതൊക്കെ ഉണ്ടായിരുന്നു. ഒരു നിയർ ബൈ മാർക്കറ്റ് ഉണ്ട്, മാർക്കറ്റ് സ്ട്രീറ്റ് ഉണ്ട്. സോ ഇതെല്ലാം നമുക്ക് ഈ ദാനങ് നൈറ്റ് ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ്. അങ്ങനെ ഓൾമോസ്റ്റ് നമ്മുടെ പ്ലാനിലെ ഐറ്ററി പ്രകാരമായിട്ടുള്ള എല്ലാ സ്ഥലങ്ങളും ദാനങ് സിറ്റിയിൽ നമ്മൾ സിറ്റി സെൻറ്ററിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ച ഡേ 1 അങ്ങനെ ഷെൽഫുള്ളി കംപ്ലീറ്റഡ് ആണ്. വയറ് വിശപ്പ് വിളി വന്നപ്പോൾ തന്നെ ഞങ്ങൾ ഹോട്ടലിൽ കയറി നല്ലൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്ന ഫുഡൊക്കെ കഴിച്ച്